ഇപ്പം തന്നെ സ്പേസിൽ എത്രയോ സംഗതികൾ കിടന്ന് കറങ്ങി നമുക്ക് അപകടമായിട്ട് വരാൻ നോക്കുന്നു. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങളും പ്രത്യേകം ഇടുന്നതിന് പകരം ഒരുമിച്ചുള്ളതിനെ കുറിച്ച് ഇന്ത്യക്ക് നേതൃത്വമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. അതിനൊരുപാട് തലങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില ഉത്തരങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേറ്റീവ് വർക്ക് നമ്മുടെ മൊത്തം ചെലവിനെയും അതിൻ്റെ യൂട്ടിലിറ്റിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുമായിരുന്നില്ല. അമേരിക്ക ഇപ്പോൾ ആർട്ടമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് അമേരിക്ക അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു സൈഡുണ്ട്. ഇതിൻ്റെ സൈഡ് ജിയോ പൊളിറ്റിക്കൽ സൈഡാണ്. കാരണം ഒരിക്കലും എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കും. കാരണം ഓരോ രാജ്യത്തിനും ഓരോ ഗോളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഓരോ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ലാതാകുകയും മനുഷ്യനെല്ലാം ഒരു ഏക രാജ്യത്തിൽ ജീവിക്കുന്ന സുന്ദര ഭൂമിയായിട്ട് ഇത് മാറുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും മാറുകയുമില്ല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളും സ്വന്തം ഐഡിയകളും സ്വന്തം ഗോളുകളും വച്ചു പ്രവർത്തിക്കുന്ന രാജ്യങ്ങളായിട്ട് തന്നെ ഈ മനുഷ്യകുലം നിലനിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അത് എന്തെങ്കിലും മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ വളരെ അധികമായതുകൊണ്ട് മാത്രം ആളുകൾ ഈ മേഖലയിൽ കോപ്പറേറ്റ് ചെയ്യാം എന്ന് ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും അതിനകത്ത് വലിയ ജിയോ പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതനുസരിച്ച് നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചറിയാം, ഒരു അമേരിക്കൻ ഗ്രൂപ്പുണ്ട്, അവരൊരു വഴിക്ക് പോകുന്നു. അവിടെ ഒരു റഷ്യൻ ചൈന ഗ്രൂപ്പുണ്ട്. ഇതിലൊന്നും പെടാത്ത കുറേ അധികം ഗ്രൂപ്പുകൾ വേറെയുണ്ട്. യൂറോപ്പ് ഇത് രണ്ടിനെയും വളരെ ഭയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ അടുത്ത പ്രോഗ്രാമിൽ എങ്ങനെ അമേരിക്കൻ ഗ്രൂപ്പിൽ നിന്നും റഷ്യൻ ഗ്രൂപ്പിൽ നിന്നും മാറി സ്വന്തമായിട്ടൊരു സ്പേസ് പ്രവർത്തനം നടത്തിക്കൂടെ എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. കാരണം ഇതിനകത്ത് ഒരുപാട് പവർ സ്ട്രഗിളുകളുടെ ഇഷ്യൂ ഉണ്ട്, ഒരുപാട് ഡൊമിനൻസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് എത്രയോ വർഷങ്ങളായിട്ട് മനുഷ്യൻ്റെ ചരിത്രമുള്ള കാലത്തോളം തുറന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അത് തന്നെ ഇതിലും തുടർന്നുകൊണ്ടിരിക്കും, സ്പേസ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ കൂടുതൽ കോപ്പറേഷൻ ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UN കോപ്പസ് പോലെയുള്ള സ്ഥലങ്ങൾ, യുണൈറ്റഡ് നേഷൻസിൽ ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആർട്ടമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൈലറ്റ് ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെയാണ്. അതുപോലെ തന്നെ ചൈന മറ്റൊരു പ്രോഗ്രാം ഇപ്പോൾ പൈലറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ചേരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കും. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു ചോദ്യത്തിലുള്ള അടങ്ങിയിരിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് എന്തിന് വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത്, പണ്ട് അമേരിക്ക ചെയ്തതല്ലേ എന്ന്. പക്ഷെ ഇന്ന് ഇതിൻ്റെ മറ്റൊരു തലത്തിലുള്ള ഉപയോഗത്തെക്കുറിച്ചാണ് ഇന്ന് മനുഷ്യന് കുറെ കൂടെ അറിയാം. പ്രത്യേകിച്ചും ചന്ദ്രൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മേഖലയാണ്. കാരണം ഭാവിയിലുള്ള സ്പേസ് മിഷനുകൾക്ക് ചന്ദ്രനെ ബേസ് ചെയ്ത് നടത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ചന്ദ്രൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത്. 1960കളിൽ അതൊന്നും നമുക്ക് വ്യക്തമായിരുന്നില്ല.